എന്നെ തള്ളിയത്. വേണ്ട, എന്നോട് കളിക്കണ്ട. ആളൊരുങ്ങി അരങ്ങൊഴുങ്ങി 1000 തേനൊരുങ്ങി. 1000 തേനൊരുങ്ങിയത് എന്ത് പാട്ടത്? മിസ്റ്റർ, കുറച്ചുകൂടി ഡീസന്റ് ആയിട്ട് പെരുമാറോ. ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ആഹാ, ഈ ഡീസന്റ് ആളുടെ പേരെന്താണ്? ഐ ആം മോഹൻദാസ്. ആണല്ലോ, അല്ലാതെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഒന്നും അല്ലല്ലോ. ഒരു മോഹൻദാസ് വന്നിരിക്കുന്നു. ഒന്ന് പോടോ. ഹലോ, താങ്കൾക്കൊന്ന് മാന്യമായിട്ട് വേഷം ധരിച്ചൂടെ? ഇതൊരു പബ്ലിക് പ്ലേസ് അല്ലേ? ആണോ? ഈ ഡ്രസ്സിന് എന്താ ഒരു മാന്യത കുറവ്? ഷർട്ടിന് ഷർട്ട്, മുണ്ടിന് മുണ്ട്, എന്താ അതുപോലെ? ഷോ, ഞാനെങ്ങനെയാ പറയാ? നിങ്ങൾ ആ മുണ്ടൊന്ന് താഴ്ത്തു. നിങ്ങളുടെ അണ്ടർവെയർ കാണുന്നു മിസ്റ്റർ. ഓ, അപ്പൊ അതുകൊണ്ടാണ് മാന്യത കുറവ്. മോനൊന്ന് തിരിഞ്ഞു നിന്നേ. അപ്പൊ ഈ കാണുന്നത് അണ്ടർവെയർ അല്ലേ? അയ്യോ ചേട്ടാ, അത് ലോ വെയിറ്റ് ജീൻസാ. ഇപ്പോഴത്തെ ഫാഷനാ. ഒരു ഫാഷൻ? നമ്മള് പാവപ്പെട്ട ഒരു മുണ്ട് കയറ്റിയെടുത്ത് ഇത്തിരി അണ്ടർവെയർ താഴെ കണ്ടാ അത് മാന്യത കുറവ്. നിങ്ങള് ജീൻസ് താഴ്ത്തിയിട്ട് അണ്ടർവെയർ ഇത്തിരി മേലെ കണ്ടാ അത് ഫാഷൻ. ഒന്ന് പോടാവുന്നു. അല്ലാതെ ഗഫുർഗയോ? എന്താ ദിനേശ, ഈ അല്ലേ കുടി നിർത്തിയെന്ന് പറഞ്ഞത്? ഈ അല്ലടോ കുടി നിർത്തിയെന്ന് പറഞ്ഞ എന്റെ ഭാര്യന്റെ തലയെ തൊട്ട് സത്യം ചെയ്തത്. ഞാൻ ഇനി കുടിച്ച അവളുടെ തല പൊട്ടിത്തെറിച്ചോന്നാ പറഞ്ഞ. അതൊന്ന് ടെസ്റ്റ് ചെയ്തതാ. എന്നാലെന്റെ ദിനേശ, ഇത്ര കൂടിപ്പോയി. എന്റെ ഗഫൂർക്ക, ഞാൻ സത്യത്തിൽ കുടി നിർത്തിയതാ. നമ്മുടെ സർക്കാർ എന്നെ വീണ്ടും വീണ്ടും കുടിയനാക്കുന്നത്. സർക്കാരോ? വെറുതെ എന്തെങ്കിലും പറയാ? സർക്കാർ എന്താക്കിയെന്നാണ് ഈ പറയണത്? സർക്കാർ 2 രൂപയ്ക്ക് അരി തന്നില്ലേ? അതാണ് സർക്കാർ ചെയ്ത ഏറ്റവും വലിയ മിസ്റ്റേക്ക്, തെറ്റ്. എടാ ദിനേശ, അത് നല്ല കാര്യല്ലേ? എന്നെയും പോലത്തെ സാധാരണക്കാരന് അതൊരു ആവശ്യമില്ലടോ. ഈ ഒന്ന് തെളിച്ചു പറ. ഞാൻ പറയാം. അതായത്, ഞാൻ റേഷൻ കടയിൽ പോയി 4 ഉറുപ്പ്യക്ക് 2 കിലോ അരി മേടിക്കും. ശരി. അപ്പൊ തന്നെ ഞാൻ ആ അരി നമ്മുടെ കോയക്കാന്റെ പലചരക്ക് കടയിൽ കൊണ്ടു കൊടുക്കും. എത്ര ഉറുപ്പ്യക്ക്? 40 ഉറുപ്പ്യക്ക്. എന്നിട്ട് ആ കാശ് കൊണ്ട് ഞാനൊരു കുപ്പി കള്ള വാങ്ങിയാട്ട് കുടിക്കും. ആ കാലിക്കുപ്പി കൊടുത്ത് കിട്ടണ കാശ് കൊണ്ട് ഞാൻ വീണ്ടും 2 കിലോ അരി മേടിക്കും. എങ്ങനെയുണ്ട് ബുദ്ധി? ആവാര ബുദ്ധി തന്നെ വായ. ഈ തല അധികം വെയിൽ ഒളിക്കരുതേ. എന്തു പറയാനാ? എന്നിട്ടും കുറ്റം സർക്കാരിനാണ്.